നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ വിട്ടയച്ചതിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിലെ പ്രതി MK റാമിനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയെടുത്തു? പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പ്രതിയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ഡോക്ടർ MK റാമിനെ വിട്ടയച്ച സംഭവത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും അറസ്റ്റ് നടപടികൾ നടന്നപ്പോൾ കൃത്യമായ നിയമക്രമങ്ങൾ പാലിച്ചോ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതൊരു പ്രൊസീജിയർ ലാപ്സ് മാത്രമായിരുന്നോ, അതോ ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിൽ ഉണ്ടായിരുന്ന വീഴ്ച, അതായത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് ആയുള്ള രേഖകൾ പ്രതിക്ക് നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. അത്തരം നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഡോക്ടർ റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പഴുതുണ്ടാക്കിയതാണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഡിവൈഎസ്പി റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ചിട്ടും അതിനെ കൂടുതൽ റാമിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് ഈ കേസ് എങ്ങനെയാണ് ഇത്രകാലം വന്നത്? സുപ്രീം കോടതി അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും റാമിനെ അറസ്റ്റ് ചെയ്യാൻ വൈകിയ സാഹചര്യം, വീണ്ടും റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ അത് അറസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അറസ്റ്റ് നടപടിക്രമങ്ങളിൽ നിന്ന് അറസ്റ്റിന് ശേഷം റാമിനെ വിട്ടയക്കുന്ന നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കൃത്യമായ നിയമ നടപടിക്രമങ്ങൾ പാലിച്ചോ എന്നുള്ള നിരീക്ഷണത്തിലാണ് കോടതി നിശിതമായ വിമർശനം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതായത് MK റാമുമായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ബന്ധം എന്താണ്? അദ്ദേഹത്തിന്റെ റാമിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണവും പണവും ഉന്നത ഉദ്യോഗസ്ഥർ വാങ്ങി എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നാണ് കോടതി മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം. 15 വർഷത്തിനിടയിൽ ആദ്യമായി ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് MK റാമിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ സംഘം അന്വേഷണം നടത്തിയ രീതിയെപ്പറ്റി സർക്കാർ അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അന്വേഷണ സംഘത്തിൽ മേൽനോട്ടത്തിൽ ഇത് ഡിവൈഎസ്പി റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷണം നടത്തിയിട്ടും അതിൽ കൃത്യമായ നിയമക്രമങ്ങൾ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. MK റാമിന് അനുകൂലമായ തരത്തിലുള്ള അന്വേഷണം നടന്നു വന്നു. അതുമാത്രമല്ല, MK റാമിനെ സഹായിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് പ്രതിയുടെ അഭിഭാഷകനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് പ്രധാനമായും കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും കോടതിയുടെ നിരീക്ഷണം അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ പ്രതിയുടെ ഭാഗത്തു നിന്ന് പ്രതിക്ക് നേരെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന നിയമക്രമങ്ങൾ, നടപടിക്രമങ്ങൾ പാലിച്ചോ? 2 ഉന്നത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? 3 അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ കോടതി നിരീക്ഷിച്ചിരുന്നത്. സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വിശദീകരണം വെള്ളിയാഴ്ചയ്ക്കകം സർക്കാർ ഈ കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൗരവകരമായ ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടത്താനായില്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമെന്നും ഹൈക്കോടതി ഈ സമയത്ത് സൂചിപ്പിക്കുന്ന സാഹചര്യമിടെ നിശിതമായ വിമർശനമാണ് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി, MK റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രി. ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും VT സതീശൻ പറഞ്ഞു. അത് വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അന്വേഷിക്കാനുള്ള ചുമതലയായിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. നിതിൻ രാജിന്റെ ദുരൂഹ മരണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. കുറ്റം ചെയ്തവർ ആരായാലും സംരക്ഷിക്കില്ല എന്ന് ചെന്നിത്തല പറഞ്ഞു. റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് നടപടി വേണമെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും. അത് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കോടതി, സുപ്രീം കോടതി വരെ, താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ചതാണ്. പിന്നീട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നടപടിയെടുക്കാൻ DGPയോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.